എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയാണ് കേരള സർവകലാശാലയിൽ SFIയുടെ അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടത്. സമരം എന്നുള്ള ഓമന പേരിലാണ് അവരിതിനെ വിളിക്കുന്നത് എങ്കിലും അത് ശുദ്ധ തെമ്മാടിത്തമായി മാറുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. പോലീസിൻ്റെ ബാരിക്കേഡുകളെയൊക്കെ തന്നെ ചാടി മറികടന്ന് പോലീസിൻ്റെ കയ്യിലുള്ള ലാത്തി വാങ്ങി അവരെ തന്നെ അടിച്ച് വീണ്ടും അവിടെ നിന്ന് ഓടി സർവകലാശാലയുടെ കെട്ടിടത്തിൽ പ്രവേശിച്ച് അവസാനം കതകുകളൊക്കെ തന്നെ തള്ളി തുറന്ന് BCയുടെ ചേംബറിനടുത്ത് വരെ എത്തിയ സമരാഭാസമാണ് അവിടെ നടന്നതെങ്കിൽ വല്യേട്ടന്മാരുടെ ഒരു സമരമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ പണിമുടക്കിൻ്റെ ഉദ്ദേശം എന്നതിനെക്കുറിച്ച് പണിമുടക്കാൻ ആഹ്വാനം നൽകിയിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള ധാരണയുണ്ടോ എന്നറിയില്ല. ചുരുങ്ങിയത് കടയടപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആൾക്കാരെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ധാരണയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അത് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പല ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായതുമാണ്. ഭാരത് ബന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിൽ മൊത്തത്തിലാണ് ഇത് നടത്തുന്നത് എന്നൊക്കെ പറയുമെങ്കിലും പ്രിഡോമിനൻ്റ്ലി കേരളത്തിൽ മാത്രമുള്ള ഒരാഘോഷമായിട്ട് അത് മാറിയിട്ടുണ്ട്. കുറേയധികം തെമ്മാടികൾക്ക്, കുറേയധികം കോമാളികൾക്ക് അഴിഞ്ഞാടുന്നതിനുള്ള ഒരവസരം കൂടി ഇത്തരത്തിലുള്ള ബന്ധുകളും ഹർത്താലുകളും പണിമുടക്കുകളും ഒക്കെ തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പതിവ് പോലെ തന്നെ കുറേയധികം സമരാഭാസം ഇക്കുറിയും ഭാരത് ബന്ദിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നും എന്തുകൊണ്ട് ഇതൊക്കെ കോമാളിത്തരവും തെമ്മാടിത്തവുമായി മാറുന്നു എന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. നോക്കാം. നമുക്കറിയാം, ദേശീയ പണിമുടക്ക് എന്നൊക്കെ പറയുമെങ്കിലും ലെഫ്റ്റ് പാർട്ടികൾ വളരെ സജീവമായിട്ടുള്ള കേരളത്തിൽ മാത്രമാണ് ഇത് എന്തെങ്കിലും തരത്തിലുള്ള ചലനം സൃഷ്ടിച്ചിട്ടുള്ളത്. കേരളത്തിന് പുറത്ത് മറ്റ് പല സംസ്ഥാനങ്ങളിലും അതുതന്നെ ഇവർക്ക് വലിയ സ്വാധീനശക്തി ഉണ്ട് എന്ന് പറയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഒരു പണിമുടക്കാണ് എന്നതിനെക്കുറിച്ച് അധികം ആരും തന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ തൊഴിലാളി വർഗത്തിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗമായിട്ടുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവിധ കടകളും സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും എല്ലാം തന്നെ ഒരു കുഴപ്പവുമില്ലാതെ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൻ്റെ നിരവധി ദൃശ്യങ്ങളാണ് വിവിധ മാധ്യമങ്ങളിൽ അവരുടെ പല സംസ്ഥാനങ്ങളിലുള്ള റിപ്പോർട്ടർമാർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ തങ്ങളുടെ എല്ലാവിധ ശക്തിയും സംവിധാനവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പണിമുടക്ക് വിജയിപ്പിച്ചു എന്ന രീതിയിലത്തേക്ക് നേതാക്കന്മാർക്ക് വൈകുന്നേരം സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആദ്യമേ തന്നെ പറയട്ടെ, സമാധാനപരമായി പ്രതിഷേധിക്കുന്നതിനും സമരം ചെയ്യുന്നതിനുമുള്ള അവകാശം മൗലികാവകാശം തന്നെയാണ് എന്ന് നമ്മുടെ നാട്ടിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിലല്ല, പല അവസരങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പണിമുടക്കുന്നതിലോ ആരെങ്കിലും സമരം ചെയ്യുന്നതിലോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ എന്നോ അതിൽ ഭരണഘടനാ വിരുദ്ധതയോ ജനാധിപത്യ വിരുദ്ധതയോ ഒക്കെ ഉണ്ടെന്നൊന്നും തന്നെ നമുക്ക് ആരോപിക്കാൻ പോലും കഴിയില്ല. അത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അധികാരികളെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സമരത്തിൽ ഏർപ്പെടുക എന്നതിൻ്റെ ഒരു നടപടി തന്നെയാണ്. പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഒന്നുകിൽ വ്യക്തിപരമായി, അതല്ല എങ്കിൽ അവരുടെ സംഘടനയുടെ ഭാഗമായി എടുക്കാം എന്നതിനപ്പുറത്തേക്ക് മറ്റുള്ള ആൾക്കാർക്ക് തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശത്തിനെ ഒരു കാരണവശാലും നിഷേധിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് മനസ്സിലാക്കുക. അതായത്, നിങ്ങൾക്ക് പണിമുടക്കാനുള്ള അവകാശം പോലെ മറ്റുള്ള ആൾക്കാർക്ക് പണിയെടുക്കാനുള്ള അവകാശമുണ്ട്. പണിമുടക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വമേധയാ തീരുമാനിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന വഴി നടപ്പാക്കാവുന്നതാണ്. പക്ഷേ ആരെങ്കിലും, നിങ്ങളുടെ സംഘടനയിലുള്ള ആൾക്കാരാണെങ്കിലും ഇനി അതല്ല എങ്കിലും, ജോലിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടേത് സമരമല്ല, കോമാളിത്തവും തെമ്മാടിത്തവുമായി മാറും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇന്ന് ഈ ഒരു പണിമുടക്ക് അല്ലെങ്കിൽ ഭാരത് ബന്ധുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് നോക്കുക. ഏറ്റവും ദേഷ്യം തോന്നിയത്, വ്യക്തിപരമായി വളരെയധികം രോഷം തോന്നിയ ഒരു സംഭവമാണ് ഒരു മീൻ കടയുടെ അടുത്തേക്ക് ചെന്നിട്ട് പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ചെന്ന് ആ കട പൂട്ടിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ശ്രമം. അതിൽ തന്നെ വലിയൊരു ഭീഷണി കൂടിയുണ്ട്. അതായത്, ഞങ്ങളുടെ കയ്യിൽ മണ്ണെണ്ണയുണ്ട്, അതുകൊണ്ട് ഈ മീനിൻ്റെ എല്ലാം മുകളിലേക്ക് മണ്ണെണ്ണ കോരി ഒഴിക്കും എന്നാണ് ഒരു കോമാളി അവിടെ വെച്ച് പറയുന്നത്. തുടർന്ന് വീണ്ടും മറ്റു കോമാളികൾ പറയുന്നുണ്ട്, ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നിൻ്റെ കട അടഞ്ഞിരിക്കണം, അതല്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വളരെ കുറച്ച് സമയം മാത്രം ഷെൽഫ് ലൈഫ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഫിഷ്. അതുകൊണ്ട് തന്നെ ആ മത്സ്യത്തിനെ അവരിനി മാറ്റി ഐസിലൊക്കെ വെച്ച് അതിൻ്റെ ഫ്രഷ്നെസ് എല്ലാം നഷ്ടപ്പെട്ട് നാളെ അതിനെ കച്ചവടം ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോവുക. അപ്പോൾ തൊഴിലാളികളാണെങ്കിലും നിങ്ങൾ അങ്ങനെയുള്ള നഷ്ടം സഹിച്ചോളൂ. ഇനി അഥവാ നിങ്ങളിൽ ആരെങ്കിലും മുതലാളി ഉണ്ടെങ്കിൽ ആ മുതലാളിക്ക് ഈ നഷ്ടം നിങ്ങൾ തൊഴിലാളികളായി സമ്മാനിക്കൂ എന്നാണ് ഈ കോമാളികൾ പറയുന്നത്. എന്ത് അധികാരത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ കടയടച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ മുകളിലേക്ക് മണ്ണെണ്ണ കോരിയൊഴിക്കും എന്നുള്ള പരസ്യമായിട്ടുള്ള ഒരു ഭീഷണി മുഴക്കാനായിട്ട് സാധിക്കുന്നത്? ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഈ കടകളെല്ലാം അടച്ചിരിക്കണം എന്ന് പറയാനായിട്ട് എന്ത് റൈറ്റാണ് ഇവർക്കുള്ളത് എന്നുള്ളതാണ് പ്രശ്നം.
ഇതിനെക്കുറിച്ച് കൃത്യമായ മറുപടി പറയേണ്ടത് ഈ തൊഴിലാളി സംഘടനകളും പാർട്ടിയും മാത്രമല്ല, സംസ്ഥാന സർക്കാർ കൂടിയാണ്. കാരണം സംസ്ഥാന സർക്കാരാണ്, പ്രത്യേകിച്ച് തൊഴിലാളി വർഗ സർക്കാരാണ്, തൊഴിലാളികൾക്ക് പണിയെടുക്കുന്നതിനും പണി മുടക്കുന്നതിനുമുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഒരേപോലെ തന്നെ അനുവദിക്കേണ്ടത്. ഏതെങ്കിലും തൊഴിലാളി ഇന്നത്തെ ദിവസം അയാളുടെ അന്നപ്രശ്നത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി ആശയത്തിൻ്റെ പേരിലാണെങ്കിലും പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല, പണിയെടുക്കണം എന്നാണ് തീരുമാനിക്കുന്നത് എങ്കിൽ അയാളെ നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള ഒരവകാശവും ഈ നാട്ടിൽ ഒരാൾക്കുമില്ല. അതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായി പണിയെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ജോലിയാണ്. അതല്ലാതെ ഈ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് കോമാളിത്തവും തെമ്മാടിത്തവും കാണിക്കുന്ന ആൾക്കാർക്ക് അതൊന്നും ഒരു ബോധറേഷൻ ആവില്ല. പക്ഷേ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിന് കുറേയധികം ഉത്തരവാദിത്തങ്ങൾ ഇക്കാര്യങ്ങളിലുണ്ട് എന്ന് അവരെ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി പതിവ് പോലെയുള്ള പല കലാപരിപാടികളും നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടി ഇവർ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പല സ്ഥലങ്ങളിലും ആൾക്കാർ സ്വകാര്യ വാഹനങ്ങളുമായി നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള പല ആൾക്കാരെയും തടസ്സപ്പെടുത്തി അവരുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ കാറ്റഴിച്ചു വിടുക തുടങ്ങിയ പരമ്പരാഗതമായിട്ടുള്ള പല കലാപരിപാടികളും ഈ സമര കോമാളികൾ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ ഒരു ഹർത്താൽ, ബന്ദ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം രൂക്ഷമായി മാറാം എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. എന്നിട്ടും അങ്ങനെയുള്ള ഒരു ദിവസം വാഹനമെടുത്ത് നിരത്തിലേക്ക് ഇറങ്ങാനായി ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ ഒരു തൊഴിൽ സാഹചര്യം ഒരുപക്ഷെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ല എങ്കിൽ സാധാരണ ആരും തന്നെ ഇവരുമായിട്ട് ഒരു ശണ്ഠയ്ക്കൊന്നും തന്നെ പോവുകയില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാർക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന ഏറ്റവും മൗലികമായിട്ടുള്ള അവകാശമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് എന്നത് മറക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സമരം ചെയ്യാം, പക്ഷേ ഇവിടെ പൊതുനിരത്തിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള മൗലിക അവകാശത്തിനെ ഒരു വിധത്തിലും അതിന് തടസ്സം പറഞ്ഞുകൊണ്ട് എതിര് നിൽക്കാൻ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അധികാരവുമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്തിരിക്കുന്നത് പണിമുടക്കോ സമരമോ അല്ല, പ്രതിഷേധ മാർഗങ്ങളല്ല, ശുദ്ധ തെമ്മാടിത്തവും കോമാളിത്തവുമാണ്. അങ്ങനെയുള്ള നിരവധി കോമാളികളും ഇന്നുണ്ടായി എന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ നോക്കുക, തൊഴിലെടുക്കുക എന്ന് പറയുന്ന ഭരണഘടനാപരമായിട്ടുള്ള അവകാശം, അന്തസ്സോടുകൂടി ജീവിക്കുക എന്നുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം, സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം, ഇതിനെയെല്ലാം തന്നെ തൂത്ത് എറിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു നടപടിയാണ് ഈ സംഘടനകളുടെ നേതാക്കന്മാരുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് നിസ്തർക്കം നമുക്കിന്ന് മനസ്സിലായ കാര്യമാണ്. അടുത്ത് കേട്ടത് ഒരു അധ്യാപികയെ പൂട്ടിയിട്ടു എന്നുള്ളതാണ്. എന്നാലോചിച്ച് നോക്കുക, ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നൽകുന്ന, അറിവ് പകർന്നു നൽകുന്ന ഏറ്റവും പാവനമായി നമ്മൾ പണ്ട് മുതൽ തന്നെ കരുതുന്ന ഒരു പ്രവൃത്തിയാണ്. കേവലം ഒരു ജോലി എന്നതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ എന്ന അർത്ഥത്തിലാണ് അധ്യാപകർക്ക് നമ്മുടെ പൊതുസമൂഹം ഒരു വില നൽകുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് പൂട്ടിയിടാനായിട്ട് ഈ സമര തെമ്മാടികൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ ജീവിയല്ലാത്ത നികൃഷ്ടരായി നിങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അടുത്തത് കേട്ടത് ബസ് കണ്ടക്ടർക്ക് മർദ്ദനം, തപാൽ ഓഫീസിലേക്ക് ജോലിക്ക് വന്നിരിക്കുന്ന ആളിന് തെറിവിളി തുടങ്ങിയ നിത്യ കലാപരിപാടികളാണ്. അന്തസ്സോടുകൂടി ജോലി എടുക്കുന്നതിന് വേണ്ടി ആൾക്കാരെത്തുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ഈ തൊഴിലിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ ചോദിക്കേണ്ടത് മറ്റൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് ഈ സമരത്തിനോട് വലിയ ആഭിമുഖ്യമുള്ള ഇടത് നേതാക്കൾ ഇന്നത്തെ ദിവസം പ്രവർത്തിച്ചത് എന്നാലോചിച്ച് നോക്കുക. നമ്മുടെ മന്ത്രിമാരായിട്ടുള്ള ഈ സമരത്തിന് അനുകൂലികളായിട്ടുള്ള ആരെങ്കിലും ഇന്ന് അവരുടെ ജോലിയിൽ നിന്ന് മാറി നിന്നോ എന്നാലോചിച്ച് നോക്കുക. ഇന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്, വാഹനം ഉപേക്ഷിച്ച് നടന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഓഫീസിലെത്തിയെന്ന്. വാഹനം ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോൾ പൊതുനിരത്തിൽ അദ്ദേഹം വാഹനം ഇറക്കിയില്ല, ഔദ്യോഗിക വാഹനമാണെങ്കിലും എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പക്ഷേ അദ്ദേഹം എത്തി, ഓഫീസിലെത്തി അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീ ശിവൻകുട്ടിക്ക് മാത്രം ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതേപോലെ സർക്കാർ സർവീസിലും സ്വകാര്യ സർവീസിലുമൊക്കെ ജോലി ചെയ്യേണ്ടുന്ന നിരവധി ആൾക്കാരെ ജോലിയിൽ നിന്ന് നിങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് എന്താണ് രണ്ട് നീതി എന്നുള്ള ഒരു ചോദ്യത്തിന് ഈ സമര കോമാളികൾ എന്ത് തരത്തിലുള്ള മറുപടിയാണ് പറയുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി അല്ലെങ്കിൽ അതിലെ നേതൃത്വം വഹിക്കുന്ന പാർട്ടിയുടെ പല ആൾക്കാരുടെയും ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. ഈ സമരം ശരിയായ ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ളതാണ് എന്നും അതിൽ സഹകരിക്കേണ്ടതാണ് എന്നുമൊക്കെ പറയുന്ന പല ആൾക്കാരെയും ഉൾപ്പെട്ട സർക്കാർ തന്നെ ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ജോലിക്ക് ഹാജരായില്ല എങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ വേതനം അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്യും. എന്ന് വെച്ചാൽ ആശയപരമായിട്ട് നിങ്ങൾ ആൾക്കാരോട് പോയി തൊഴിൽ മുടക്കിക്കോളൂ എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങളിന്ന് വന്നില്ല എങ്കിൽ നിങ്ങളുടെ ശമ്പളം പോകും എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ധർമ്മസങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആശയപരമായി ഇടതുപക്ഷത്താണ് നിൽക്കുന്നത് എങ്കിലും അയാൾ ഇന്ന് സമരം ചെയ്തേക്കാം എന്ന് കരുതിയാലും സർവീസിൽ ചെന്നില്ല എങ്കിൽ ഇന്നത്തെ ശമ്പളം കിട്ടില്ല. അപ്പോൾ ശമ്പളം ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ
നിങ്ങൾക്ക് ഇന്നത്തെ പണിമുടക്കിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനം. ഇനി ജോലിക്ക് ഹാജരാകാനായിട്ട് തീരുമാനമെടുക്കുന്ന ആൾക്കാർക്ക് പൂർണ്ണമായ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്നുകൂടി ഇതിൻ്റെ ഓർഡറിൽ പറയുന്നുണ്ട്. സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളിലും പല ആൾക്കാരും ജോലിക്ക് ഹാജരായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരോടെല്ലാം തന്നെ എന്ത് തരത്തിലുള്ള ഗുണ്ടായിസമാണ് ഈ സമര അനുകൂലികൾ കാണിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനങ്ങളും ഈ ഗ്യാരണ്ടിയും അഷ്വറൻസും എല്ലാം കേവലം സർക്കാർ ഉത്തരവുകളിൽ ഒതുങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് പണിമുടക്ക് ദിവസം നിങ്ങൾ ജോലിക്ക് ഹാജരായാൽ എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്കുണ്ടാവുക, എന്ത് തരത്തിലുള്ള പ്രതിഷേധമാണ് നിങ്ങൾ നേരിടേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പ്രായോഗികമായിട്ട് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ, അവർക്ക് തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കുന്ന ഏതൊരു സംഘടനയും തൊഴിലാളി സംഘടന എന്നത് പോയിട്ട് ജനാധിപത്യ വിരുദ്ധ സംഘടന എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഒരു സമരത്തിലും നമ്മുടെ മൗലികാവകാശങ്ങളെ റദ്ദ് ചെയ്യാൻ പാടില്ല. ഒരു സമരത്തിലും നമ്മുടെ ഭരണഘടനാ ദത്തമായിട്ടുള്ള അവകാശങ്ങളെ റദ്ദ് ചെയ്യാനായിട്ട് പാടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ നടക്കുന്നത് എന്നതുകൊണ്ടാണ് സമരം ചെയ്യാനുള്ള അവകാശത്തെ നമ്മൾ അനുകൂലിക്കുന്ന സമയത്ത് പോലും ഈ നടന്നിരിക്കുന്നതെല്ലാം സമരാഭാസവും ഗുണ്ടായുസവും ശുദ്ധ തെമ്മാടിത്തവുമാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഇതിനകം തന്നെ ഭീഷണി മുഴക്കിയിരിക്കുന്ന പല സമര അനുകൂലികളുടെയും ദൃശ്യങ്ങൾ വളരെ കൃത്യമായി ആ ഇൻസിഡൻറ്റ് എന്താണ് എന്ന് വ്യക്തമാകുന്ന തരത്തിൽ തന്നെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അവർക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടിയാണ് സർക്കാരിൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഒരു തരത്തിലുമുള്ള നടപടി ഉണ്ടാകും എന്ന് കരുതാൻ കഴിയില്ല. അഥവാ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ അത് സാധാരണ രീതിയിൽ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ആരും അറിയാതെ തിരിച്ച് എടുക്കുന്നത് പോലെ തന്നെയുള്ള ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമായി മാറും എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ കൃത്യമായിട്ടുള്ള ധാരണയുമുണ്ട്. ഇനി അവസാനമായി ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയില്ല. മുക്കം സിവിൽ സ്റ്റേഷനിൽ നടന്ന ഒരു സംഭവമാണ്. ഈ സമര അനുകൂലികളെല്ലാം തന്നെ ഒരു ഓഫീസ് മുറിയിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ഒരു ജീവനക്കാരൻ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ തന്നെയുണ്ട്. അദ്ദേഹം മൊബൈലിൽ നോക്കിയിരിക്കുകയാണ്. അവിടെ വെച്ച് ജോലി മതിയാക്കി പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഈ സമര അനുകൂലികളെല്ലാം അവരോട് ആക്രോശിക്കുകയാണ്. ഇദ്ദേഹം അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ മൊബൈലിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് നീ ആരാടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് കുറേ കോമാളികൾ അദ്ദേഹത്തിന് നേരെ ആഞ്ഞെടുക്കുന്നത്. ആ സമയത്ത് അയാൾ വളരെ ശാന്തരായി ഇവരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ എന്ന്. ഞങ്ങൾ ആരാണ് എന്ന് പറയുന്നതിനുള്ള ഒരു ഐഡൻറ്റിറ്റി പോലും ഇക്കൂട്ടർക്കില്ല എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള പ്രതികരണമാണ് പിന്നീട് ഉണ്ടാകുന്നത്. ചീറിപ്പാഞ്ഞ് അയാളുടെ അടുത്തേക്ക് അടുക്കുന്നു. അയാൾ ഒരടി പോലും പിന്നിലേക്ക് പോകുന്നില്ല. വളരെ കൂളായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അയാളെ ചീത്ത പറയുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനും ഒക്കെ ശ്രമിക്കുന്നു. അവസാനം അയാൾ വഴങ്ങുന്നില്ല എന്ന് കാണുന്ന സമയത്ത് എന്നാൽ നമുക്ക് പോയി ഫ്യൂസ് ഊരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണ്ടന്മാരെല്ലാം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് തരത്തിലുള്ള അധികാരത്തിൻ്റെ പേരിലാണ് മറ്റൊരാളിൻ്റെ പണി മുടക്കുന്നതിന് വേണ്ടി അയാൾ ഇന്ന് ജോലി ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിലേക്ക് കയറി ഇമ്മാതിരി ഭീഷണി നടത്താനായിട്ട് ഇവർക്കൊക്കെ സാധിക്കുന്നത്. ഭരണം അവരുടെ കയ്യിലാണ് എന്നതുകൊണ്ടും ഇവരെ തൊടാനായിട്ട് ആരും തന്നെ ധൈര്യപ്പെടില്ല എന്നുള്ള ഒരു ചിന്തയുടെയും പേരിലാണ് ഈ കോമാളിക്കൂട്ടങ്ങൾ ഇങ്ങനെയുള്ള തൊഴിൽ നിഷേധത്തിന് ഇറങ്ങുന്നത്. ഇതിൻ്റെ തന്നെ മറ്റു പതിപ്പുകളായിട്ടുള്ള ആൾക്കാരാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ നിഷേധിച്ചുകൊണ്ട് പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ കുടുംബത്തിന് എന്ത് തരത്തിലുള്ള ഗുണമാണ് കൊണ്ടുവരുന്നത്, പാർട്ടിക്ക് എന്ത് തരത്തിലുള്ള ഗുണമാണ് കൊണ്ടുവരുന്നത്, ഈ നാടിന് എന്ത് തരത്തിലുള്ള ഗുണമാണ് കൊണ്ടുവരുന്നത്? അവർ ജോലി ചെയ്യുന്ന ആ ജോലിയോടോ സ്ഥാപനത്തിനോടോ യാതൊരു തരത്തിലുള്ള കൂറുമില്ലാത്ത കുറേയധികം കോമാളിക്കൂട്ടങ്ങളാണ് മറ്റൊരാളിനെ തൊഴിലിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയും മറ്റൊരാളിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധരായിട്ടുള്ള കോമാളികളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരുടെ തെമ്മാടിത്തത്തിനെതിരെ നമ്മൾ നെഞ്ചു വിരിച്ചു നിന്ന് നീയൊക്കെ ആരാടാ എന്ന് തന്നെ ചോദിക്കണം എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ഇനിയും ഇങ്ങനെയുള്ള സമരാഭാസം നമ്മുടെ നാട്ടിൽ അനുവദിക്കാതിരിക്കാൻ നമ്മളിൽ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.